ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 22, 4 തിരുവചനം. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാവും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് വഴി പരിശുദ്ധാത്മാവ് നമുക്ക് എഴുതി നൽകിയിരിക്കുന്ന സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം 4 തിരുവചനത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ആശീർവദിക്കപ്പെടുവാൻ, നന്മ പ്രാപിക്കുവാൻ നാം ചെയ്യേണ്ട 2 കാര്യങ്ങൾ, അഥവാ നമ്മിലുണ്ടാകേണ്ട 2 ആത്മീയ മൂല്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഒന്നാമതായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് താഴ്മ ധരിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ആർക്കും താഴ്മ ധരിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നന്മയും അതുപോലെ ഉയർച്ചയും അനുഗ്രഹവും ആശീർവാദവും പ്രാപിക്കുവാൻ തടസ്സമായിരിക്കുന്നു. ദൈവസന്നിധിയിലും അതുപോലെ നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിൽ, ഗുരുക്കന്മാരുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ, പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ, ബഹുമാനം അർഹിക്കുന്നവരുടെ മുമ്പിൽ നമുക്ക് താഴ്മ ധരിക്കുവാൻ കഴിയുന്നില്ല. എല്ലാറ്റിനുപരിയായി നാം താഴ്മ ധരിക്കേണ്ടത്, അഥവാ താഴ്മയോടെ നടക്കേണ്ടത് ദൈവസന്നിധിയിലാണ്. തന്നെത്താൻ താഴ്ത്തുന്നവനെ ഉയർത്തുന്നവനായ ദൈവമാണ് സർവശക്തനായ ദൈവം. സത്യവേദ പുസ്തകത്തിൽ താഴ്മയോടെ നടന്ന് അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ച അനവധി പേർ കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്ന അബ്രഹാമിൻ്റെ മകനായ, ഇസഹാക്കിൻ്റെ മകനായ, യാക്കോബിൻ്റെ മകനായ യോസേഫ് എത്ര വലിയ പദവിയിലെത്തിയിട്ടും, അഥവാ മിസ്രൈമിലെ രണ്ടാമനെന്നുള്ള, അഥവാ പ്രധാനമന്ത്രി എന്നുള്ള പദവിയിലെത്തിയിട്ടും തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ, ദേശത്തിലെ ജനങ്ങളുടെ മുമ്പിൽ എത്ര താഴ്മയോടെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. താഴ്മയിലൂടെ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടവർ അസംഖ്യമാണ്. രണ്ടാമതായി നാം അനുഗ്രഹിക്കപ്പെടുവാൻ, ആശീർവദിക്കപ്പെടുവാൻ, നന്മ പ്രാപിക്കുവാൻ ഇന്ന് നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവ ഭക്തി ഉണ്ടായിരിക്കണമെന്നാണ്. യഹോവ ഭക്തി എന്നാൽ ദൈവഭക്തിയാണ്. ഈ അന്ത്യകാലത്ത് ദൈവഭക്തിയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അനേകർ ജീവിക്കുന്നത്. എന്തിനാണ് ദൈവം? ദൈവം എവിടെയാണ്? ദൈവം എനിക്ക് എന്ത് നൽകി? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഓരോരുത്തരും ചോദിച്ചു കേൾക്കുവാനിടയാകുന്നത്. പ്രിയമുള്ളവരെ, നാം ഈ ഭൂമിയിൽ ഒരു ദിവസം കൂടെ ജീവിക്കുന്നുവെങ്കിൽ അത് ദൈവമുള്ളതുകൊണ്ടാണ്, അത് ദൈവം അനുവദിച്ചതുകൊണ്ടാണ്, അത് ദൈവം നമുക്ക് ജീവനും ശ്വാസവും നൽകിയതുകൊണ്ടാണ്. ഈ ഒരു ബോധമെങ്കിലും നമുക്കുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. യഹോവ ഭക്തി ഉണ്ടാകണം എന്ന് ഇവിടെ പറയുമ്പോൾ ആ ദൈവഭക്തി എന്നുള്ള ആ പദത്തിൽ ദൈവഭയം കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാണ് ദൈവത്തിന് ഭക്തിയുള്ള മനുഷ്യനായി ദൈവസന്നിധിയിൽ കാണപ്പെടുക. വീണ്ടും പറയട്ടെ, ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യനാണ് ദൈവഭയമുള്ളത്? ദൈവഭയമുള്ള വ്യക്തി ദൈവഭക്തിയുള്ള മനുഷ്യനായിരിക്കും. ദൈവത്തെ ഭയപ്പെട്ട് ദൈവഭക്തിയിൽ സ്ഥിരപ്പെടുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ താഴ്മയും യഹോവ ഭക്തിയും ആഭരണം പോലെ അണിയുവാൻ ഇവിടെ പരിശുദ്ധാത്മാവ്
നിർദ്ദേശിക്കുകയാണ്. വെറുതെയല്ല താഴ്മയും യഹോഭക്തിയും ധരിക്കുവാൻ ആവശ്യപ്പെടുന്നത്. താഴ്മയും യഹോഭക്തിയും അണിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന 3 അനുഗ്രഹങ്ങളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 ധനം, 2 മാനം അഥവാ ബഹുമാനം, 3 ജീവൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ജീവൻ സാധാരണ ജീവനല്ല, സമൃദ്ധിയായ ജീവനാണ്, അഥവാ നിത്യജീവനാണ്, ശാശ്വത ജീവനാണ്. സ്വർഗത്തിൽ നിത്യം ദൈവത്തോടൊപ്പം വസിക്കുന്ന അനുഭവം. ഈ അനുഭവമെല്ലാം നമുക്ക് ലഭിക്കുന്നത് താഴ്മയും യഹോഭക്തിയും ഉള്ള ഒരു ജീവിതം നയിക്കുമ്പോഴാണ്. ആമേൻ.